സിനിമകൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ ഹണി റോസ് എന്ന പേര് മാറ്റിയാലോ എന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. ഹണി റോസ് ബോയ് ഫ്രണ്ട് എന്ന സിനിമ ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയൻ സാറിനെ കാണാൻ പോകുന്നത്. അന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു +2 കഴിയട്ടെ എന്നിട്ട് സിനിമയിലേക്ക് നോക്കാമെന്ന്. എന്നാൽ പിന്നെയും ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സിനിമയിലെത്തുന്നത്. സത്യത്തിൽ എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാനായില്ല. ഒന്നാമത് ഞാൻ അത്തരത്തിലൊരു പരിപാടികൾക്കും പങ്കെടുക്കുകയോ എനിക്കിങ്ങനെ അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുന്നേ വിനയൻ സാറിനെ പോയി കണ്ടപ്പോഴേ നാട്ടുകാർ പറഞ്ഞു നടന്നത് ആ കുട്ടിയെ സിനിമയിൽ എടുത്തു എന്നായിരുന്നു. അന്ന് പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ വിനയൻ സാറിൻ്റെ ബോയ് ഫ്രണ്ടിലൂടെയാണ് സിനിമയിലെത്തിയത്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിനിമയിൽ തുടരാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹണി റോസ് പറയുന്നു. മറ്റൊന്ന്, തുടക്കകാലത്ത് ഹണി റോസിൻ്റെ സിനിമകൾ ഒന്നും തന്നെ അത്രയേറെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. പല ചിത്രങ്ങളും പരാജയമായിരുന്നു. അതിനൊരു ബ്രേക്ക് കൊണ്ടുവന്നത് 2012 റിലീസ് ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രമാണ്. അതിലെ കഥാപാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായ പ്രതിസന്ധികൾ ഹണി റോസിൻ്റെ കരിയറിലും ഉണ്ടായിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കി. സിനിമകൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ VK പ്രകാശും അനൂപ് മേനോനും ചേർന്ന് ഹണി റോസ് എന്ന പേര് മാറ്റിയാലോ എന്ന് സംസാരിച്ചിരുന്നു. ഹണി റോസിന് പകരം ധ്വനി എന്നായിരുന്നു അവർ നിർദ്ദേശിച്ച പേര്. ആ പേര് നല്ലതാണ്, പക്ഷേ എനിക്ക് ചേരില്ല. അതിനാൽ അത് ഉപേക്ഷിച്ചു. പരാജയങ്ങൾക്ക് കാരണം പേര് മാറ്റിയാൽ മാറിയേക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ്. എന്നാൽ അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു ഹണി റോസ്.